ഹായ്, ഹൗ ആർ യു? എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു മെസ്സേജ് ആട്ടോ. മറ്റുള്ളവരെന്ത് കരുതുന്നു എന്നോർത്തുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മെസ്സേജാണ്. ഞാനത് വായിക്കാം. സർ, ഐ ഫീൽ ദാറ്റ് പീപ്പിൾ ആർ ഓൾവേസ് ജഡ്ജിങ് മീ. എനിക്ക് ആരോടും മിണ്ടാൻ തോന്നുന്നില്ല. ഐ ഫീൽ ലൈക്ക് ഐ ആം സംതിങ് ലോ ആൻഡ് ഇനാഡിക്വേറ്റ്. ആക്ച്വലി അത് സത്യമാണോ? വൈ ഡു ഐ ഫീൽ ദിസ് വേ? എനിക്ക് തോന്നുന്നു നമ്മുടെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി നേരിടുന്നവർക്ക് തോന്നാവുന്ന ചില ചിന്തകളാണ് ഇദ്ദേഹം ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. നമ്മുടെ സോഷ്യലൈസേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ വല്ലാതെ കുറയും. നമുക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റില്ല. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും. നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരുപാട് നെഗറ്റീവ് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണിത്. സോഷ്യൽ ആങ്സൈറ്റി, സോഷ്യൽ ഫോബിയ, അതിനൊക്കെ കാരണമാകാവുന്ന, അതിൻ്റെയൊക്കെ ഭാഗമായി വരാവുന്ന ചില ചിന്തകളാണിത്. മറ്റുള്ളവർ നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യാനിരിക്കുകയാണ്, നെഗറ്റീവായിട്ട് ചിന്തിക്കാനിരിക്കുകയാണ്. അവർ കരുതുന്നതെല്ലാം, അവരത് സംസാരിക്കുന്നതൊക്കെ എന്നെപ്പറ്റി നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വേഷത്തെപ്പറ്റി, എൻ്റെ ഷേപ്പിനെ പറ്റി, എൻ്റെ സൗന്ദര്യത്തെപ്പറ്റി വളരെ മോശമായിട്ടാണ്, വളരെ മോശം അഭിപ്രായമാണ് മറ്റുള്ളവർക്ക് എന്ന് തോന്നുക. എനിക്ക് എന്നെപ്പറ്റി ഒരു നല്ല ഒരു അഭിപ്രായം തോന്നുന്നില്ല. ഭയങ്കരമായ നെഗറ്റീവ് തോട്ട് വരുന്നു. നമ്മുടെ മനസ്സ് നമ്മളോട് പറയുകയാണ്, നീ അത്ര പോരാ. മറ്റുള്ളവരുടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ നിൻ്റെ ഒരു സ്റ്റേജിലുള്ള വേറെ ആൾക്കാരൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നീ അത്ര പോരാ, ഇനാഡിക്വേറ്റ് ആണെന്ന് തോന്നുന്നത് നമ്മുടെ മനസ്സ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് ഒരു തരം ആങ്സൈറ്റിയാണ്. ഓക്കെ, നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു പ്രശ്നമാണ്. നിങ്ങളത് ടെൻഷനാവണ്ട. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ചിന്തകൾ ശരിയാണെന്ന് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കരുത്. അല്ലെങ്കിൽ ആ മനസ്സ് പറഞ്ഞു തരുന്ന ചിന്തകളെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്കിനി പരിശ്രമിക്കണം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ ഒരു ചിന്തകളെ ചോദ്യം ചെയ്ത് ആ ചിന്തകളെ മാറ്റി അതിൻ്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങളുണ്ട്, ആ ചിന്തകൾക്ക് അതീതമായ ചില കാര്യങ്ങൾ, അതിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഞാനൊരു നോർമലായ ഒരാളാണ്, എന്നെ ആൾക്കാർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ല. നമുക്ക് ഈ ആങ്സൈറ്റി നേരിടുമ്പോൾ തോന്നും എല്ലാവരും എന്നെ ഇങ്ങനെ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരുടെയും കണ്ണ് എന്നിലേക്കാണ്, ഞാനാണ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം, എന്നെ നെഗറ്റീവ് അടിക്കലാണ് അവരുടെ മെയിൻ പരിപാടി എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. എല്ലാവരും അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ ചിലപ്പം എല്ലാത്തിലും ഉണ്ടല്ലോ കുറച്ച് കുനിഷ്ഠ ആൾക്കാർ. ചില ആൾക്കാർ കുനിഷ്ഠ കാണുന്നവരുണ്ടാവും. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുണ്ടാവും, നമുക്ക് അവരെ നോക്കിയിട്ട് വല്ല കാര്യമൊന്നുമില്ല. പക്ഷേ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അതിനെ അവഗണിച്ച് പോകുക എന്നുള്ളതാണ്. നമ്മുടെ സെൽഫ് എസ്റ്റീമൊക്കെ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ മതിപ്പുണ്ടാകുക എന്നുള്ളതാണ്. ഇതിനൊക്കെ എഗെയിൻസ്റ്റായി വരാവുന്നൊരു ചിന്തയാണിത്. ഇതൊരു ചിലപ്പോൾ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് മാറാം. എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് വല്ലാതെ നമ്മുടെ ജോലിയെയും നമ്മുടെ ജീവിതത്തെയും നമ്മളെ ഡിപ്രസ് ആക്കുന്നതിനൊക്കെ കാരണമാണെങ്കിൽ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇത് അങ്ങനെ അങ്ങ് പൊക്കോളും. പക്ഷേ നമ്മളതിനെ അതിജീവിക്കണം. കാരണം നമ്മുടെ സോഷ്യലൈസേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഡെഫിനേഷനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെയാണ്. അതൊക്കെ നമ്മുടെ ലൈഫ് സ്കില്ലിൻ്റെ കൂടെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ശരിക്കും ഓവർകം ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഈ ചിന്തകളെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത, ഒരു രീതി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരണം. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടാവും. നമ്മുടെ ഒരു വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസം സത്യമാവണമെന്നില്ല ഈ ഒരു കാര്യത്തിൽ. അതാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറയുന്ന നല്ല ചില അപ്രോച്ചസുകളുണ്ട്. വളരെ ഇതിന് ഹെൽപ്ഫുൾ ആട്ടോ. ചിലപ്പോൾ നമുക്ക് തെറപ്പിസ്റ്റിനെ കൂടെ ഹെൽപ്പ് എടുക്കാം. ക്ലിനിക്കൽ സൈക്കോളജിനെ തന്നെ കാണിക്കുന്നത്. ചിലപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വേറെ ആൾക്കാർ, ഇതിന് ശരിക്കും അറിവും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ ചിലപ്പോൾ ഇതിനെ പെർസിക്യൂട്ടറി ഡെലൂഷനാണ് എന്നൊക്കെ ചിലപ്പം കണ്ടുപിടിച്ച് കളയും. ഓക്കെ, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലുമൊക്കെയായി ഡയഗ്നോസ് ചെയ്യാം. അതുകൊണ്ട് ഇതിന് കൃത്യമായി മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട്, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനും ഒരു സഹായം ഉള്ളത് വളരെ നല്ലതാണ്. ഓക്കെ, നിങ്ങളടുത്ത് തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹെൽപ്പ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ ഏതായാലും ഇതിനെ നമുക്ക് നന്നായിട്ട് അതിജീവിക്കാൻ പറ്റും. അതിജീവിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ സോഷ്യൽ ആങ്സൈറ്റി വല്ലാതെ ഉണ്ടായിരുന്ന ആളാണ്.
ഒരാളോട് പോലും വർത്തമാനം പറയാനൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ വേറെ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ എന്ത് രസമാണെന്നറിയോ, നമുക്ക് നമ്മുടെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും ഫ്രീ ആവും. മറ്റുള്ളവരോട് നമുക്ക് നന്നായിട്ട് ഇടപെടാൻ വേണ്ടി പറ്റും. മറ്റുള്ളവരോട് നമുക്ക് അസർട്ടീവായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സോഷ്യലൈസേഷൻ നമുക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ നല്ല രീതിയിൽ നമുക്കതിനെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നതാണ്. ഇദ്ദേഹം ചോദിച്ച അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആങ്സൈറ്റി കൊണ്ടാണ്. അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ അത് സത്യമാകണമെന്നില്ല, അല്ലെങ്കിൽ സത്യമല്ല. ഓക്കെ, അപ്പോൾ അതിനെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു എന്ന് തോന്നുന്നതൊക്കെ നമ്മുടെ ഒരു ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടാണ്. ആങ്സൈറ്റി എപ്പോഴും നമുക്കൊരു വേഴ്സ്റ്റ് സെനാരിയോ കാണിച്ചു തരുന്നത്. അതായത് മറ്റുള്ളവർ സോഷ്യലൈസേഷനിൽ വരാവുന്ന വേഴ്സ്റ്റ് സെനാരിയോ എന്താണ്? ജഡ്ജ്മെൻറ്റ്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി കരുതാവുന്ന നെഗറ്റീവ് തോട്ട്സ്, അവരുടെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ, ഇതാണ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ വരാവുന്ന വേഴ്സ്റ്റ് സെനാരിയോ അല്ലേ. ഇതാണ് ഈ ആങ്സൈറ്റി നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ട് തരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും നമ്മളൊന്ന് പരിശ്രമിച്ചാൽ. ഓക്കെ, നന്നായിട്ട് നമുക്കതിനെ അതിജീവിക്കാം. ഓക്കെ, ബൈ.